എന്താണ് കർക്കിടക വാവ് എന്നറിയാമോ? കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് കർക്കിടക വാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ആചരിക്കുന്നത്. ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ്. അന്നു ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത്. പ്രധാനമായും മഹാവിഷ്ണു, മഹാദേവൻ എന്നിവർ മുഖ്യപ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് കാണപ്പെടുന്നത്. ദലേന്നു വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ചു ഈറനണിഞ്ഞു മരിച്ച് മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കൽപ്പിച്ചു ഭക്തിപുരസരം ബലിയിടും. എള്ളും പൂവും ചോർ അല്ലെങ്കിൽ ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക. അന്ന് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയും ഉണ്ട്. ഗ്രഹണ സമയത്ത് ഭൂമിയും ചന്ദ്രനും സൂര്യനും ഏതാണ്ട് ഒരേ രേഖയിൽ വരുന്ന സമയം ആണ് വാവ്. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണെന്ന് കറുത്ത വാവ്. കർക്കിടക വാവിന്റെ മറ്റൊരു പ്രത്യേകത സാധാരണ ദിവസങ്ങളിൽ വീട്ടുപരിസരങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന കാക്കകൾക്ക് കിട്ടുന്ന ആതിഥ്യ സ്ഥാനമാണ്. അതിനു പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട്. ബ്രഹ്മാവിൽ നിന്ന് വരം കിട്ടിയ മഹിരാവണൻ എന്ന അസുരൻ യമദേവനെ ആക്രമിച്ചപ്പോൾ തന്റെ ജീവൻ ഒരു കാക്കയുടെ ശരീരത്തിൽ സൂക്ഷിക്കാനേൽപ്പിക്കുകയും യുദ്ധം വിജയിച്ച് തിരിച്ചു വന്ന യമൻ തന്റെ പ്രാണനെ സംരക്ഷിച്ച കാക്കയെ തന്റെ പ്രതിപുരുഷനായി അവരോധിച്ച് അനുഗ്രഹിച്ചു എന്നുമാണ് കഥ. ആത്മാവുകളെ ആവാഹിക്കാനുള്ള നിയോഗം കിട്ടിയ കാക്കകൾ കർക്കിടക വാവിന്റെ അന്ന് വിശിഷ്ടാതിഥികളാവും. ആ കാക്കകൾ നമ്മുടെ പിതൃക്കളുടെ ആത്മാവുമായാണ് വരുന്നത് എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ബലിയിട്ടതിനു ശേഷം കാക്കകൾക്ക് ആയി കൈകൊട്ടി വിളിക്കുന്നത്.